ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത് തൊടുപുഴ ജോസ്കോ ജ്വല്ലേഴ്സിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഇവിടെ എന്താ പരിപാടി എന്നല്ല, ഇവിടെ അവർക്കിടെ എന്തോ ഉദ്ഘാടനം പരിപാടികളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എന്തോ കോളേജ് സ്റ്റുഡൻസിനെ കൊണ്ടായിരുന്നു ഉദ്ഘാടനം. ഇത് നവീകരിച്ച ഷോറൂമിൻ്റെ എന്തോ ഉദ്ഘാടനം എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ പഠിക്കുന്ന പിള്ളേരെ കൊണ്ട് അങ്ങനെ എന്തൊക്കെയാണ് ഉദ്ഘാടനം കേട്ടോ. അപ്പോൾ അത് ഓൾറെഡി അവർ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മാല എടുക്കാൻ വേണ്ടിയിട്ടാണ്, ഒരു നെക്ലേസ്. അപ്പം നല്ല തിരക്കായിരുന്നു, ഇരിക്കാൻ പോലും സ്ഥലമില്ലായിരുന്നു കേട്ടോ. ഏകദേശം 1 മണിക്കൂറെങ്ങാണ്ട് ഇങ്ങനെ നിന്നു കേട്ടോ. എന്നിട്ടാണ് ഒരു കസേര പോലും നമുക്ക് കിട്ടിയത്, അത്രയും തിരക്കായിരുന്നു. ഈ കണ്ടു വെച്ചേക്കുന്നത് നഗാസ് മോഡലാണ്. എനിക്ക് നഗാസ് ഒരു മാല വാങ്ങിക്കണം എന്നായിരുന്നു ആഗ്രഹം. പിന്നെ അതിൻ്റെ പണിക്കൂലിയൊക്കെ കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും വേണ്ട എന്ന് വെക്കുകയാണ് ചെയ്തത്. സാധാ നമ്മൾ ഒരു മാല വാങ്ങിക്കുമ്പോൾ ഉള്ള പണിക്കൂലിയുടെ ഡബിൾ ഇരട്ടിയാണ് ഈ നഗാസിൻ്റെ ഒക്കെ പണിക്കൂലിയായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അത് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ സാധാ ഒരു മോഡൽ വേറെ നോക്കുവാണേ. അപ്പോൾ കുറേ മാലകൾ ഉണ്ടായിരുന്നു. അപ്പോൾ മമ്മി ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, അതെടുക്കുക ഇതെടുക്കുക. പിന്നെ ഇതിൽ ഏതിലൊരെണ്ണം എടുക്കാമെന്ന് നമ്മൾ ഫൈനലൈസ് ചെയ്യുകയാണ് ചെയ്തത് കേട്ടോ. എന്നിട്ട് ഇതിൽ നിന്ന് നമ്മളിങ്ങനെ നോക്കി സെലക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്തത്. കുറേയൊക്കെ ഇങ്ങനെ തപ്പിയിട്ട് പിന്നെ കുറേ നേരം നിന്ന് കഴിഞ്ഞപ്പോഴാണ് ഇതൊക്കെ കാണിക്കുന്നത്. അതുപോലെ തിരക്കായിരുന്നു കേട്ടോ. പിന്നെ അവരെ കുറ്റം പറയാനും വയ്യ, കുറേ നേരം നിന്നു. പിന്നെ നമ്മൾ ബില്ലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് എന്തൊക്കെയോ പരിപാടികൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞാൽ ചേട്ടൻ്റെ മലയ്ക്കായിട്ട് പോയി. അപ്പോൾ നമ്മളിങ്ങനെ ഇരിക്കുകയാണ്. പിന്നെയാണ് വിചാരിച്ചത് നമുക്കൊരു കമ്മൽ കൂടി വാങ്ങിക്കാമെന്ന്. അങ്ങനെ കമ്മലിൻ്റെ സെക്ഷനിൽ വന്നിട്ട് കമ്മൽ നോക്കുവാണ്. ഒരു കുഞ്ഞ് മുട്ടുകമ്മൽ വാങ്ങിക്കാമെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ കമ്മലൊക്കെ ഇടാതെ നടന്നിട്ട് ഇപ്പോൾ 4 വർഷമായി. എനിക്ക് കമ്മലിടാനൊന്നും ഇഷ്ടമല്ല. മമ്മി ബലമായിട്ട് എൻ്റെ കാതടഞ്ഞു പോകുന്നു പറഞ്ഞിട്ട് നോക്കിപ്പിച്ചാണ്. പിന്നെ അതിൻ്റെ പണിക്കൂലി, ചെറിയൊരു സ്റ്റഡിൻ്റെ പണിക്കൂലിയൊക്കെ 500 രൂപയ്ക്കാണ് വന്നത്. പിന്നെ അതും വേണ്ടാന്ന് വെച്ചാൽ ഉള്ള കമ്മലൊക്കെ ഇടാന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മൾ ഡയമണ്ട് സെക്ഷനിലാണ് വന്നത്. ഇവിടെ വന്നത് വേറെ ഒന്നുമല്ല, ഒരു കുഞ്ഞൊരു മൂക്കൂത്തി മമ്മിക്ക് എടുക്കാന്നൊക്കെ വിചാരിച്ച് വന്നത്. ഇപ്പം അല്ല, കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്ക്. ഇവിടെ ഡയമണ്ട് സെക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ 5000 രൂപയ്ക്കാണ്. അപ്പോൾ 2 കുഞ്ഞ് കമ്മലെടുക്കുന്നെങ്കിൽ 13,000 രൂപ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. നമ്മളതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ പൈസ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിക്കുക എന്നുള്ള രീതിയിലാണ്. പിന്നെ ഞാനാണെങ്കിൽ എൻ്റെ സ്വന്തം ഒരു വീഡിയോ എടുക്കുമായിരുന്നു കേട്ടോ. അതിനാണെങ്കിൽ നമുക്ക് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. ഇവനിന്ന് സ്കൂളിൽ പോലും പോയിട്ടില്ല കേട്ടോ. പപ്പ പറഞ്ഞു ഞാൻ എന്നോട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവന് ഞങ്ങളുടെ വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ എവിടെ ഇറങ്ങിയാലും ഞങ്ങളുടെ നടുക്കാവൻ കാണും കേട്ടോ. അങ്ങനെ അവനും കൂടി വന്നതാണ്. പിന്നെ നമുക്ക് അവിടെ കുറേ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സ്ലൈസിൻ്റെ ഒരു ജ്യൂസ് തന്നു. കേക്കൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നമുക്ക് കിട്ടിയില്ല, തിരക്ക് കാരണം കേട്ടോ. പിന്നെ നമ്മൾ മേടിക്കാനും പോയില്ല. പിന്നെ ഇതാണ് കിട്ടിയത് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് നേരം അവിടെ വെയിറ്റ് ചെയ്തു. തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ട് നമുക്ക് സാധനമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ മാല. എന്നിട്ട് ചേട്ടൻ അതൊക്കെ പൊതിഞ്ഞ് തന്നത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ചോറൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ഞാനും മമ്മിയോട് വന്നതാണ്. കട വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അനിയന് ബിരിയാണി വേണമെന്ന് പറഞ്ഞ്. പിന്നെ എല്ലാവർക്കും അങ്ങനെ ആക്കിയേക്കാന്നങ്ങ് വിചാരിച്ച്. ഞാനാണെങ്കിൽ പുറത്തിറങ്ങിയ വിശപ്പില്ലാത്ത ജീവിയാണ്. ഇത് ഇത്രയൊക്കെ എടുത്ത് വെക്കും ഷോയ്ക്ക്. പിന്നെ അത് ആർക്കെങ്കിലുമൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുകയോ ചെയ്യത്തുള്ളൂ. പിന്നെ ഒരു ബസ്സിൽ വലിഞ്ഞ് കയറി വീട്ടിലേക്ക് വരുവാണ്. ഇപ്പോഴത്തേക്ക് നല്ല ടയേർഡായിരുന്നു കേട്ടോ. കുറേ വെയിലൊക്കെ കൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യണേ, വീഡിയോക്ക് ലൈക്ക് ചെയ്യണേ.